നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഒറ്റ നില വീട് അല്ലെ രണ്ട് നില വീട്, അതിന് മുകളിലോട്ടൊരു നില നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോവുകയാണ്. 3 നിലകളിലായിട്ട് 4 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വലിയ വീടിനെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചളിക്കവട്ടമാണ്. ചളിക്കവട്ടം എന്ന് പറഞ്ഞാൽ വൈറ്റിലയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ഈ വീട്ടിലേക്ക്. ഇവിടെ നിന്ന് ഗോൾഡ് സൂക്ക്, നമ്മളുടെ ഗോൾഡ് സൂക്ക് മാളിലേക്ക് ഒരു 800 മീറ്റർ മാത്രം ദൂരം. അപ്പോൾ GI പൈപ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു സ്ലൈഡിങ് ഗേറ്റാണ് ഈ വീടിനിവിടെ കൊടുത്തേക്കുന്നത്. ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3-4 മാസമായി. ഏകദേശം നമ്മുടെ കൊറോണയുടെയൊക്കെ സീസൺ കാരണം അന്ന് പണികളെല്ലാം പൂർത്തിയായി കിടക്കുന്നതാണ്. അപ്പോൾ ഈ കൊറോണയും സീസണൊക്കെ കാരണം സെയിലാവാതെ കുറച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഏരിയ കാണുമ്പോൾ അറിയാം അത്രയും ഏറ്റവും പുതിയതായിട്ട് പണി കഴിപ്പിച്ചതല്ല എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മറ്റൊന്നല്ല, ഇവിടെ എല്ലാം ഈ കരിയിലയും ഒക്കെ മറ്റും കയറി കിടക്കുകയാണ്. ഇവിടെ ഫുള്ളായിട്ട് പാവിങ് ടൈൽസ് ഉപയോഗിച്ചിരിക്കുന്നു. അത് ഫുള്ളായിട്ട് ടൈൽ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടാണ് വാട്ടർ ടാങ്ക് വരുന്നത്. ഇവിടെ മെയിനായിട്ട് മുനിസിപ്പാലിറ്റി വാട്ടർ കണക്ഷനാണ് ഈ വീടിനുള്ളത്. അതിൻ്റെ മെയിൻ ടാങ്ക് ഇവിടെയായിട്ടാണ് വരുന്നത്. മതിലിന് ചുറ്റും ഒരുപാട് സ്ഥലം ഒന്നുമില്ല. ഇവിടെ തന്നെ വലിയൊരു പ്ലാവ് നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഇങ്ങനെയുള്ള സ്പേസ് മാത്രമാണ്. ഇവിടെ വലിയ 2 കാർ, ഒരു ഇന്നോവ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു XUV 500 വലിയൊരു കാർ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യും. പക്ഷേ അതിന് കവേർഡ് കാർ പാർക്കിംഗ് അല്ല കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ചെറിയ കാറും പാർക്ക് ചെയ്യും. അതിനൊരു ഹാഫ് പോർഷൻ മാത്രമേ നമ്മുടെ കാർ പോർച്ച് ഏരിയയ്ക്ക് നമുക്ക് കിട്ടുന്നുള്ളൂ എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് സിറ്റ് ഔട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ ഇവിടെ അധികം ഇല്ല. കാരണം ജസ്റ്റ് ഒരു പാസേജ് ഏരിയ മാത്രമേ ഉള്ളൂ. ആ ഒരു ഏരിയയ്ക്ക് അവർ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഗ്രാനൈറ്റിനാണ് മെയിൻ ഡോറ് തുറന്ന് കയറുന്നത്. ഇതാണ് മെയിൻ ഡോറ്. ഇരമുള്ള് എന്ന് പറയുന്ന ഒരു തടിയിലാണ് ഇവിടുത്തെ തടിയുടെ പണികൾ, അതായത് മെയിൻ ഡോറുകൾ, കട്ടളകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. നമ്മൾ മെയിൻ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സീലിംഗ് വർക്കുകളും മറ്റുമെല്ലാം ചെയ്തിട്ടുണ്ട്. കറണ്ട് പോയെന്ന് തോന്നുന്നു. നേരത്തെ കറണ്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾ വരുന്ന സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നു. ഇപ്പം കറണ്ട് പോയി. ഇവിടെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സീലിങ്ങിനകത്ത് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 4 പാളികളുടെ വലിയ 2 ജനാല 2 ഭിത്തികളിലുമായി നൽകിയിരിക്കുന്നു. ഒപ്പം വൈറ്റ് കളറുള്ള ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ ഇവിടെ വലിയൊരു TV വെക്കാനുള്ള ഒരു സ്പേസ് മൾട്ടിവുഡ് കൊണ്ട് തീർത്തിരിക്കുന്നു. അതിനകത്ത് ഫുള്ളി ഒരു തടിയുടെ ടെക്സ്ചറാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു നല്ലൊരു തടി ഡിസൈൻ കാണാം. ഫുള്ളായിട്ട് ഇവിടെ എല്ലാം LED ലൈറ്റ്സും അതേപോലെ തന്നെ ഷോ കേസിന് വേണ്ട സാധനങ്ങളുള്ള സ്പേസും എല്ലാം കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നിറയും സ്റ്റോറേജ് സ്പേസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും, താഴെയും മുകളിലും ഒക്കെ ആയിട്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ളിടത്തുള്ള ഒരു ക്രീം കളർ പെയിൻ്റ് ആണെങ്കിൽ ഇവിടെ മാത്രം ഒരു ഡാർക്ക് പച്ച കളറുള്ള ഒരു പെയിൻ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഇത്തിരി പഴയ ഡിസൈനിലായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇനി നമ്മുടെ ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു മൾട്ടിവുഡ് കൊണ്ട് തീർത്തേക്കുന്ന ഒരു പോർഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിലും അതേപോലെ സ്റ്റോറേജ് സ്പേസുകൾ. അവിടെ എല്ലാം ചില്ലിട്ടുള്ള സ്പേസാണ്. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ ഷോക്കേസ് ചെയ്യാൻ നമുക്ക് പറ്റും. ആ ഒരു ആർച്ച് പോർഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വലിയൊരു വാഷ് ഏരിയയിൽ നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാം. പിന്നെ വലിയൊരു മിറർ വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സെറയുടെ തന്നെ വാഷ് ബേസിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നു. താഴത്തെല്ലാം സ്റ്റോറേജ് സ്പേസിന് മൾട്ടിവുഡ് കൊണ്ട് തീർത്ത സ്റ്റോറേജ് സ്പേസുകൾ ഒരുക്കിയിരിക്കുന്നു. ഇനി സ്റ്റെയർ കേസിന് തൊട്ട് താഴത്ത് തന്നെ ആയിട്ട് ഇവിടെ ഇൻവെർട്ടർ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് അവരവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഡൈനിങ് ഏരിയ ഒരുപാട് വലിയ ഡൈനിങ് ഏരിയ എന്ന് നമുക്ക് പറയാനില്ല, പക്ഷേ എങ്കിലും അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ്. അപ്പം ഇവിടെയും സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലും സീലിംഗ് വർക്കുകൾക്ക് അധികം ഇത് ഇല്ലാത്ത രീതിയിലുള്ളൊരു ചെറിയ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഡൈനിങ് ഏരിയയിൽ ഇവിടെ ഒരു ഷെൽഫ് കാണാം. ഷെൽഫിൽ നിന്ന് അടുക്കളയിലേക്ക് ഒരു ചെറിയൊരു ഇത് ഓപ്പണിങ് കാണാം. അപ്പോൾ ഇവിടെ എല്ലാം ചെറിയ സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ സ്പേസ് എല്ലാം അടുക്കളയ്ക്കകത്തു നിന്നാണ് നമുക്ക് തുറക്കാനും മറ്റും പറ്റുന്നത്. അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു വൈറ്റ് കളർ ആയിരുന്നുണ്ടെങ്കിൽ ഈ അടുക്കളയിൽ ഒരു തടിയുടെ ടെക്സ്ചർ ഫീല് കിട്ടുന്ന തരത്തിലുള്ള ഒരു ടൈലുകളാണ് അടുക്കളയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു L ഷേപ്പിലുള്ള ഒരു അടുക്കളയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ബെഞ്ച് ടോപ്പിന് ഗ്രാനൈറ്റുകൾ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ എല്ലാം മൾട്ടിവുഡ് കൊണ്ട് തീർത്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസുകൾ ഗ്ലാസും ഒക്കെ വെച്ചിട്ട് പഴയ രീതിയിലാണ് അതിനെ ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക് ചിമ്മിനി കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ചിമ്മിനി വെച്ചിട്ടില്ല. ഒപ്പം തന്നെ
ഇവിടെ എല്ലാം സ്വിച്ച് ബോർഡുകൾ ഈ മൂലയ്ക്കും ഇവിടെയുമായിട്ട് രണ്ടിടത്തായിട്ട് സ്വിച്ച് ബോർഡുകൾ നൽകിയിരിക്കുന്നു. മിക്സി അതേപോലെ തന്നെ മറ്റ് സാധനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് അതുകൊണ്ട് പറ്റും. ഇവിടെ 3 ജനാലകൾ നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ആ ഡൈനിങ് ഏരിയയിൽ നിന്ന് കണ്ട അവിടേക്കുള്ള ഓപ്പണിങ് ഇവിടെ നിന്നാണ് നമ്മൾ ഷെൽഫിലേക്ക് സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് നമുക്ക് വയ്ക്കാൻ പറ്റും. ഇനി ഇവിടെ ഉള്ളത് ഇവിടെ ഒരു വർക്ക് ഏരിയ ആണ്. ഒരു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് ഷീറ്റ് ഇട്ട് ക്ലോസ് ചെയ്തേക്കുന്ന ഇവിടെ ഒരു ബെഞ്ച് ഇത് നൽകിയിട്ടുണ്ട്. ആ ബെഞ്ച് ടോപ്പിന് ഗ്രാനൈറ്റ് നൽകിയിട്ടുണ്ട്. അവിടെ തന്നെ ഒരു സിങ്കും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ആയിട്ടാണ് സെപ്റ്റിക് ടാങ്ക് ഇവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒപ്പം തന്നെ വാഷിംഗ് മെഷീൻ അവിടെയും കൂടെ നമ്മൾ എനിക്ക് തോന്നുന്നു ഷീറ്റിട്ട് മറക്കേണ്ടതുണ്ട്. അവിടെ വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡ്രെയിനേജ് പോകാനുള്ളൊരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള സ്വിച്ച് ബോർഡും അവിടെ നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീടിൻ്റെ ഓരോ ബെഡ്റൂമുകളിലേക്ക് നമുക്ക് പോകേണ്ടത്. ഒരു വലിയ വീടാട്ടോ, 3 നിലയുള്ളൊരു വലിയ വീട്. അതുകൊണ്ട് തന്നെ ബെഡ്റൂമുകൾ അതേപോലെ സ്പേഷ്യസ് ആണ്. അതേപോലെ 3 നിലകളിലായിട്ടാണ്. ഇവിടുത്തെ ഏറ്റവും മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലത്തെ നിലയാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് ഏറ്റവും ലാസ്റ്റ് പോകാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയാം, വെട്ടം നല്ലൊരു പ്രശ്നമാണ്. കാരണം കറണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പം പോയതാണ്. ഈ ഒരു ഭിത്തിയിൽ മാത്രം വേറൊരു കളർ യൂസ് ചെയ്തിരിക്കുന്നു പെയിൻറ്റ്. ഇനി വാർഡ്രോബുകൾ മൾട്ടിവുഡ് കൊണ്ട് തീർത്ത അടിയാണ്. പക്ഷേ നോർമൽ വാർഡ്രോബ് നമ്മൾ ഇച്ചിരി തെള്ളിയാണ് കാണുന്നതെങ്കിൽ ഇത് ഉള്ളിലേക്ക് കയറിയാണ് ഇവിടുത്തെ വാർഡ്രോബുകളെ അവർ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നല്ല രസമുണ്ട്. കാരണം ആ ഭിത്തിയുടെ ആ ഒരു ലെവലിൽ തന്നെ വാർഡ്രോബ് നിൽക്കുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇനി നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ തന്നെ ഇത് വലിയ ബെഡ്റൂമാണ്. അത് ഈ വലിയ ബെഡ്റൂമിൻ്റെ ഇവിടെ ഒരു വലിയൊരു ഡ്രസ്സിങ് മിറർ കാണാം. ആ മിററിനൊപ്പം തന്നെ ഇവിടെയായിട്ടാണ് ബാത്റൂമിനെ സജ്ജമാക്കിയിരിക്കുന്നത്. ആ ഡ്രസ്സിങ് ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂം കാണാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. ഒരുപാട് വലിയ സ്പേസ് ബാത്റൂമിൽ അവകാശപ്പെടാൻ പറ്റുന്നില്ല. കാരണം ഒരു ഡിസൈൻ അങ്ങനെയുള്ള ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നടുക്ക് ക്ലോസറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നു. ഇങ്ങേ അറ്റത്തായിട്ടാണ് ബാത്ത് ഏരിയ കൊടുത്തിരിക്കുന്നത്. അവിടെ റെയിൻ ഷവർ കൊടുത്തിരിക്കുന്നു. ഒരു സെറയുടെ ഒരു കുഞ്ഞ് വാഷ് ബേസിൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇവിടുത്തെ ബാത്റൂമിൻ്റെ വിശേഷം. ഈ ബെഡ്റൂമും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ സീലിംഗ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല, നോർമലായിട്ട് തന്നെ ഇട്ടിരിക്കുകയാണ്. ഒരു ബെഡ്റൂം മാത്രമേ താഴത്തെ നിലയിലുള്ളൂ, ബാക്കി ബെഡ്റൂമൊക്കെ മുകളിലത്തെ നിലയിലാണ്. അപ്പോൾ നമുക്കിനി മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റെയർ ചെയ്തിരിക്കുന്ന ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ സ്റ്റെയർ കേസിൻ്റെ കൈവരികൾ സ്റ്റെയിൻലെസ് സ്റ്റീലും ഒരു റെഡിമെയ്ഡ് തൂണും കൊണ്ട് സ്റ്റെയർ കേസിന് ഒരുക്കിയിരിക്കുന്നു. ഇനി സ്റ്റെയർ കേസ് കയറി പോകുന്ന ഈ വഴിയിൽ തന്നെ ഇവിടെ വലിയൊരു ഓപ്പണിംഗ് കാണാം. അതിനൊരു എന്താ പറയുക, ഗ്ലാസ് സ്ലൈഡിങ് ഡോറുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി കയറി പോകുമ്പോൾ ഈ ഫ്ലോറിലേക്ക് കയറുമ്പോൾ അവിടെ നിങ്ങൾ മേളിലോട്ട് നോക്കിയാൽ അവിടെ വലിയൊരു പെർഗോളയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെളിച്ചം അവിടെ നിന്ന് ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇനി നമ്മൾ അവിടുന്ന് സ്റ്റെയർ കയറി മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ മുകളിലെത്തി ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ കയറുമ്പോൾ നല്ലതാണ്. ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അത് മൾട്ടിവുഡ് കൊണ്ടാണ് തീർച്ചയായും, ഗ്ലാസ് കൊണ്ടാണ്. അതുകൊണ്ട് സാധനങ്ങളൊക്കെ വെക്കാം. ഇവിടെ ഒരു യെല്ലോയിഷ് മയമാണ്. ഇവിടെ ഒരു യെല്ലോ കളറാണ് കൂടുതലും പെയിൻ്റൊക്കെ യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു ഫ്ലോറിൽ. ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ബാൽക്കണി നമുക്ക് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ബാൽക്കണി. ഇതാണ് ഇവിടെ ഒരു ബാൽക്കണി ഉള്ളത്. ഇവിടെയും പെർഗോള സിസ്റ്റം ഉണ്ട് ഇവിടെയും. പക്ഷേ അതിന് മുകളിൽ ഗ്ലാസ് ഒക്കെ ഇടേണ്ടതുണ്ട്. ഗ്ലാസ് ഇട്ടിട്ടില്ല. ഒരു ഓറഞ്ച് കളർ തീമാണ്, ക്രീമിലൊരു ഓറഞ്ച് കളർ തീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്തെല്ലാം LED ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ റൂമുകളിലേക്ക് പോകാം. ആദ്യം തന്നെ ഇവിടെ ഒരു ഗസ്റ്റ് ഒരു ലിവിങ് ഏരിയ, അല്ലെങ്കിൽ ഒരു ഫാമിലി ലിവിങ് ഏരിയ എന്ന് പറയാനൊരു ഏരിയ ഇല്ല. പകരം ഒരു റൂം കൊടുത്തിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്കതിനൊരു ഹോം തിയേറ്റർ സിസ്റ്റമായിട്ടൊക്കെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇവിടെ ഒരു വലിയൊരു ഗ്ലാസിൻ്റെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ TV വെക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വലിയൊരു സ്വിച്ച് ബോർഡുകളും മറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭിത്തിയിൽ മാത്രം വേറൊരു കളർ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഒരു ഹോം തിയേറ്ററൊക്കെ ആക്കി മാറ്റാം കേട്ടോ. അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഇനി ഇവിടെ ഒരു ചെറിയ ബാൽക്കണിയും നമുക്ക് കാണാൻ പറ്റും. വലുതല്ലാത്ത ചെറുതായിട്ടുള്ള ഒരു ബാൽക്കണിയുണ്ട്. ഇവിടെ ടൈലുകൾ സ്ലിപ്പറി അല്ലാത്ത ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. താഴത്തെ താഴത്ത് കണ്ട അതേ ടൈലുകളല്ല, ഇവിടെ ഒരു പ്യുവർ വൈറ്റ് നിറത്തിലുള്ള ടൈലുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പക്ഷേ ഈ ഒരു പാസേജിൽ കൊടുത്തേക്കുന്നത് താഴെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ക്രീം കളറിലുള്ള ടൈലുകളാണ് ഈ ഒരു പാസേജിലും മറ്റും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം.
താഴത്തെ ബെഡ്റൂം നമ്മൾ കണ്ടിരുന്നല്ലോ, അതേ സ്പേസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ വെളിച്ചം ഉണ്ടെന്ന് വിചാരിക്കുന്നു, അത്യാവശ്യം വെളിച്ചമുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ഭിത്തിയിലും താഴത്ത് കണ്ട അതേപോലെ ഒരു ഡാർക്ക് കളറാണ് ഇവിടെയും ഒരു ഭിത്തിക്ക് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള വാർഡ്രോബുകളാണ്. ഇതാ അതേപോലെ തന്നെ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു പാസേജ് പോലെ. അവിടെ വലിയൊരു മിറർ നൽകിയിരിക്കുന്നു. ആ മിററിന് സൈഡിലായിട്ട് ചെറിയ സ്റ്റോറേജ് സ്പേസും. ഒപ്പം തന്നെ അവിടുന്ന് ബാത്റൂമിലേക്ക് കയറാനുള്ള ഒരു സ്പേസും കാണാം. താഴത്ത് നമ്മൾ കണ്ട ബാത്റൂമിൻ്റെ അതേ സൈസ് ബാത്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അവിടെ ഡിസൈനോട് കൂടിയ ടൈലുകൾ നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് 2 ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് 2 ബെഡ്റൂമുകളൂടെ കാണേണ്ടതുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ്, അല്ലെ 1ാമത്തെ നിലയിൽ തന്നെയാണ് 2ാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. അതിവിടെ ആയിട്ടാണ്. നമ്മൾ താഴെ കണ്ട പോലെ തന്നെ ഈ നേരത്തെ കണ്ട അതേ ബെഡ്റൂമുകൾ പോലെ തന്നെ വലിയ വലിപ്പമേറിയ ബെഡ്റൂമാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ലൈറ്റ് കളറാണ് ഒരു ഭിത്തിയിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒന്നും സീലിംഗ് വർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ കർട്ടൻസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, കർട്ടൻസ് ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ വലിയൊരു ഡ്രസ്സിങ് ഏരിയ. അപ്പോൾ ആ ഡ്രസ്സിങ് ഏരിയയിൽ തന്നെയാണ് ഇവിടെ വലിയ വാർഡ്രോബ് വരുന്നത്. അത് മൾട്ടിവുഡിൽ തീർത്ത വാർഡ്രോബാണ്. അപ്പോൾ തന്നെ ഇവിടെയും സെയിം പൊസിഷനിൽ തന്നെയാണ് ബാത്റൂമിലേക്ക് കയറുന്നത്. പക്ഷേ ഇവിടെ എന്താ പറയുക, നേരത്തെ കണ്ട ഡിസൈനുള്ള ടൈലുകളല്ല ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. ഒരു പ്ലെയിൻ ടെക്സ്ചറായിട്ടുള്ള 2 കളേഴ്സ് വെച്ചുള്ളൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല രസമുണ്ട്. നേരത്തെ കണ്ട ടൈലുകളേക്കാൾ നല്ല രസമുള്ള ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത്. ഈ വീടിൻ്റെ 3ാം നിലയിലേക്കാണ് പോകേണ്ടത്. നമ്മൾ കയറി പോവുകയാണ്. ഈ പോകുന്ന വഴി ഇവിടെ എല്ലാം ചെറിയ ചെറിയ ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രകാശം ഉള്ളിലേക്ക് വരും. ഈ മുകളിലത്തെ പർഗോള ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സൂര്യപ്രകാശം ഡയറക്റ്റ് വീടിനടിയിലേക്ക് വരും. അതായത് ആദ്യത്തെ നിലയിൽ നിൽക്കുമ്പോൾ തന്നെ ഇത് കാണാം. ഓക്കെ, ഇതെല്ലാം ഗ്രാനൈറ്റാണ് പടികൾക്കെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കയറി വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം, അല്ലെങ്കിൽ അവസാനത്തേതായ ബെഡ്റൂം. ഇതാണ് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണിത്. വലിയൊരു ഹാളിന് തുല്യം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും വലിയൊരു സ്പേഷ്യസ് ആയിട്ടൊരു ബെഡ്റൂമാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു വാർഡ്രോബുകളെല്ലാം ഭിത്തിക്കുള്ളിൽ ഒളിപ്പിക്കുന്ന പരിപാടിയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ അതിനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഒളിപ്പിച്ചിട്ടില്ല എന്ന് വേണം പറയുന്നത്. പക്ഷേ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം. ഇത്രയും വലിയ ബെഡ്റൂമിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിലപ്പം ചോദിക്കാം. അതോരോരുത്തരുടെ ഇഷ്ടമാണ്. ഇവിടെയായിട്ടാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. നേരത്തെ കണ്ട മറ്റു ബാത്റൂമുകളേക്കാൾ സ്ഥല സൗകര്യം ഉണ്ട്, മറ്റു ബാത്റൂമിനേക്കാൾ അത്യാവശ്യം സ്ഥല സൗകര്യം ഉണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ടൈല് ഒരു പൂവിൻ്റെ ഡിസൈനൊക്കെ ഉള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ബാൽക്കണി, ഒരു വലുതല്ലാത്ത ഒരു തെറ്റില്ലാതെ ഒരു ചെറിയ ബാൽക്കണിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സെറ്റപ്പ് ബാൽക്കണിയും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളത് കാണാൻ ഒരു ഇത് മാത്രമാണ്. നമ്മളിവിടുത്തെ ഒരു ടെറസിലേക്ക് പോകുന്ന ഒരു വഴി മാത്രമാണ് ഇനി കാണാനുള്ളത്. അതിവിടെയാണ്. ഇവിടുന്ന് ടെറസിലേക്ക് പോകാൻ ഇതുവഴിയാണ് ടെറസിലേക്ക് പോകാനുള്ള ഏരിയ കൊടുത്തേക്കുന്നത്. അവിടെയാണ് വാട്ടർ ടാങ്കും മറ്റും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട് മുഴുവനായും കണ്ടു കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഏകദേശം 4 ബെഡ്റൂമും ഉള്ള വീട് മുഴുവനായി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏകദേശം 4 സെൻറ്റിലാണ് വീട് ഇരിക്കുന്നത്, 2400 സ്ക്വയർ ഫീറ്റിൽ. ഇനി ഈ വീടിൻ്റെ പ്രൈസാണ് ഏറ്റവും അട്രാക്റ്റീവായ ഘടകം. പ്രൈസാണ് 98 ലക്ഷം രൂപയാണ് അവർ ഈ വീടിനെ ചോദിക്കുന്നത്. അത് നെഗോഷ്യബിളാണ്. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്തൊരു ഡിസ്കൗണ്ടൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ആളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളതെടുത്ത ആളെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവരുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിച്ച് ഫൈനൽ ഒരു പ്രൈസിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക. ഇനി സ്ഥിരം പറയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തുള്ളൂ. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. രണ്ടിടത്താണെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ ഞങ്ങൾക്ക് തരുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് കമൻറ്റുകളായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് തരിക. അപ്പോൾ ഞങ്ങൾക്ക് വ്യത്യാസങ്ങൾ എന്തൊക്കെ വരുത്താൻ പറ്റുമെന്നുള്ളതിനനുസരിച്ച് ഞങ്ങൾ വ്യത്യാസങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.